രണ്ടാം UPA കാലത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഒന്നാം നരേന്ദ്രമോദി സർക്കാരിലെ വിദേശകാര്യമന്ത്രി. സുഷമ സ്വരാജ് എന്ന BJP നേതാവിനെ പലരും ഓർക്കുന്നത് ഇങ്ങനെയെല്ലാമാകും. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച സുഷമ സ്വരാജിനെ ഓർക്കുന്നവർ അധികമുണ്ടാകില്ല. ഡൽഹിയുടെ ഭരണചക്രം തിരിച്ച സുഷമ തന്നെയായിരുന്നു രാജ്യതലസ്ഥാനത്തെ BJPയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയും. 27 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1998-ലാണ് ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി അഥവാ NCTയുടെ മുഖ്യമന്ത്രിയായി സുഷമ സ്വരാജ് ചുമതലയേറ്റത്. കേവലം 52 ദിവസം മാത്രമാണ് അവർക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞത്. 1952-ൽ നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് 93-ലാണ് ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 56-ലെ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ഡൽഹിയെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയതിനാലാണ് 4 പതിറ്റാണ്ടിലേറെ കാലം ഡൽഹിയിൽ തിരഞ്ഞെടുപ്പില്ലാതിരുന്നത്. അന്ന് നിയമസഭ പിരിച്ചുവിട്ട ശേഷം പിന്നീട് 1993 വരെ രാഷ്ട്രപതി ഭരണമായിരുന്നു ഡൽഹിയിൽ. ഇംപീരിയൽ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥരായ ചീഫ് കമ്മീഷണർമാർക്കായിരുന്നു ആദ്യകാലത്ത് ഡൽഹിയുടെ ഭരണ ചുമതല. പിന്നീട് 1966-ൽ ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ആക്ട് നിലവിൽ വന്നതോടെ ഡൽഹി മെട്രോപൊളിറ്റൻ കൗൺസിൽ രൂപവത്കരിക്കപ്പെടുകയും ഭരണാധികാരി ലഫ്റ്റനന്റ് ഗവർണർ ആവുകയും ചെയ്തു. 26 വർഷങ്ങൾക്ക് ശേഷം 1992-ൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ നടത്തിയ 69-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഡൽഹിക്ക് സ്വന്തമായി നിയമസഭയും മുഖ്യമന്ത്രിയും ഉണ്ടാകുന്നത്. പ്രത്യേക പദവിയുള്ള കേന്ദ്രഭരണ പ്രദേശമായതിനാൽ ഒരേ സമയം മുഖ്യമന്ത്രിക്കും ലഫ്റ്റനന്റ് ഗവർണർക്കുമാണ് രാജ്യതലസ്ഥാനത്തിന്റെ ഭരണനിർവഹണ ചുമതല. പ്രത്യേക പദവി ലഭിച്ച ശേഷം 1993-ലാണ് ആദ്യമായി ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെയുള്ള 70 സീറ്റുകളിൽ 49 വിജയിച്ച് BJP അധികാരം പിടിച്ചു. കോൺഗ്രസിന് 14-ഉം ജനതാദളിന് 4 സീറ്റുകൾ ലഭിച്ചപ്പോൾ 3 സ്വതന്ത്രരാണ് വിജയിച്ചത്. BJP നേതാവായിരുന്ന മദൻലാൽ ഖുറാന സ്വതന്ത്ര ഇന്ത്യയിലെ ഡൽഹിയുടെ 3ാം മുഖ്യമന്ത്രിയായി 1993 ഡിസംബർ 2-ന് സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ 2 വർഷവും 86 ദിവസവും മാത്രമേ അദ്ദേഹത്തിന് ഡൽഹി മുഖ്യമന്ത്രിയായി തുടരാൻ കഴിഞ്ഞുള്ളൂ. ജെയിൻ ഹവാല കേസിൽ ഖുറാനയുടെ പേര് വന്നതോടെ 1996 ഫെബ്രുവരി 26-ന് അദ്ദേഹം രാജിവെച്ചു. മന്ത്രിസഭയിൽ അംഗമായിരുന്ന സാഹിബ് സിംഗ് വർമ്മയാണ് ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രിയായത്. ഖുറാനയുടെ രാജിക്ക് പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്ത സാഹിബ് സിംഗിന് 2 വർഷവും 228 ദിവസവുമാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞത്. കാലാവധി പൂർത്തിയാക്കാൻ 52 ദിവസം മാത്രം ബാക്കി നിൽക്കെ BJPയിലെ ഉൾപോര് രൂക്ഷമായതിനെ തുടർന്ന് സാഹിബ് സിംഗ് രാജിവെക്കുകയായിരുന്നു. തുടർന്നാണ് ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി അന്ന് MLA അല്ലാതിരുന്ന സുഷമ സ്വരാജ് എത്തുന്നത്. ദക്ഷിണ ഡൽഹിയിൽ നിന്നുള്ള ലോക്സഭാംഗമായ സുഷമ സ്വരാജ് 1998 ഒക്ടോബർ 13-ന് സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ BJPയുടെ അനിവാര്യമായ തകർച്ചയെ തടയാൻ സുഷമയുടെ വരവിന് കഴിഞ്ഞില്ല. നവംബർ 28-ന് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ BJP കേവലം 15 സീറ്റിലേക്ക് കൂപ്പുകുത്തി. ജനതാദളിന് 1 സീറ്റും സ്വതന്ത്രർക്ക് 2 സീറ്റുമാണ് ആ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. 70-അംഗ നിയമസഭയിൽ 52 സീറ്റുകളോടെ കോൺഗ്രസ് തിളക്കമാർന്ന വിജയം നേടിയപ്പോൾ ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് യുഗത്തിന്റെ പിറവിയായി അത്. ഡിസംബർ 3-ന് ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഷീലാ ദീക്ഷിത് തുടർച്ചയായ 15 വർഷമാണ് രാജ്യതലസ്ഥാനത്തെ നയിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വനിത കൂടിയാണ് ഷീലാ ദീക്ഷിത്. പിന്നീടുള്ള വർഷങ്ങളിൽ ഷീലാ ദീക്ഷിതിന് മുന്നിൽ കാലിടറുന്ന BJPയെയാണ് ഡൽഹിയിൽ കണ്ടത്. അരുൺ ജെയ്റ്റ്ലിയെയും ഡോക്ടർ ഹർഷവർദ്ധനെയും പോലുള്ള യുവ നേതാക്കളെ മുന്നിൽ നിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നായിരുന്നു പാർട്ടിയിലെ പലരും അഭിപ്രായപ്പെട്ടത്. എന്നാൽ മദൻലാൽ ഖുറാനയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാണ് പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2003-ലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPക്ക് 20 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 47 സീറ്റുകളോടെ ഷീലാ ദീക്ഷിത് അധികാരം നിലനിർത്തി. വീണ്ടും 5 വർഷം പ്രതിപക്ഷത്തിരുന്ന BJP 2008-ലെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് VK മൽഹോത്രയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കാണിച്ചുകൊണ്ടാണ്. 1999-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണ ഡൽഹി മണ്ഡലത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ 30,000 വോട്ടുകൾക്ക് തോൽപ്പിച്ച കരുത്തനായിരുന്നു മൽഹോത്ര. 3 സീറ്റുകൾ വർദ്ധിപ്പിച്ച് 23 മണ്ഡലങ്ങളിലാണ് 2008-ൽ BJP വിജയിച്ചത്. വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും 43 സീറ്റുകളോടെ ഭരണം നിലനിർത്താൻ ഷീലാ ദീക്ഷിതിന് കഴിഞ്ഞു. ഇന്ന് പല തിരഞ്ഞെടുപ്പുകളുടെയും ഫലം വരുന്നതിന് പിന്നാലെ ഉയരുന്ന ആരോപണമാണ് വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട്. ഇപ്പോൾ BJPക്കെതിരെ ഉയരുന്ന EVM അട്ടിമറി ആരോപണം അന്ന് പക്ഷേ ഉന്നയിച്ചത് BJP തന്നെയാണ്. ഇന്ത്യ വീണ്ടും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് BJP നേതാവ് LK അദ്വാനി അന്ന് ആവശ്യപ്പെട്ടത്. ഗുരുതരമായ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ദേശീയ തലത്തിലും ഡൽഹിയിലും കോൺഗ്രസ് ആടിയുലഞ്ഞ വർഷമാണ് 2013. ഇക്കാലയളവിൽ ശക്തമായ സമരങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറിയത്.
ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന മുന്നേറ്റത്തിന്റെ ഫലമായി ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് തൂത്തെറിയപ്പെട്ടു. ഷീലാ ദീക്ഷിതിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ പുതിയ ചരിത്രമെഴുതിയത് അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉദയം കൊണ്ട ആം ആദ്മി പാർട്ടിയുമാണ്. 28 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി വിജയിച്ചത്. ഹർഷവർദ്ധന്റെ നേതൃത്വത്തിൽ 31 സീറ്റുകൾ നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. കോൺഗ്രസ് കേവലം 8 സീറ്റുകളിലേക്ക് ഒതുങ്ങി. തൂക്കുസഭയിൽ കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണച്ചതോടെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ ജൻ ലോക്പാൽ ബിൽ നിയമസഭയിൽ പാസാക്കാൻ കഴിയാതിരുന്നതോടെ 49 ദിവസത്തിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. തുടർന്ന് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. 1 വർഷത്തോളമാണ് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം നീണ്ടത്. തുടർന്ന് 2015 ഫെബ്രുവരിയിൽ രാജ്യതലസ്ഥാനം വീണ്ടും പോളിംഗ് ബൂത്തിലെത്തി. ഇത്തവണ മുൻ IPS ഉദ്യോഗസ്ഥ കിരൺ ബേദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാണ് BJP തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മുന്നേറ്റത്തിലെ പ്രധാന മുഖങ്ങളിൽ ഒരാളായിരുന്നു കിരൺ ബേദി. എന്നാൽ തിരഞ്ഞെടുപ്പിൽ വലിയ ദുരന്തമായിരുന്നു BJPയെ കാത്തിരുന്നത്. 70-ൽ 67 സീറ്റുകളും ആപ്പിന്റെ ചൂൽ തൂത്തുവാരിയപ്പോൾ BJP വെറും 3 സീറ്റുകളിലേക്ക് ഒതുങ്ങി. വൻ ഭൂരിപക്ഷത്തോടെ കെജ്രിവാൾ വീണ്ടും ഡൽഹി മുഖ്യമന്ത്രിയായി. ജനപ്രിയ തീരുമാനങ്ങൾ നടപ്പാക്കിക്കൊണ്ട് 5 വർഷത്തിനു ശേഷം വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിട്ട ആം ആദ്മി പാർട്ടിയെ ഡൽഹി ജനത ചേർത്ത് പിടിച്ചു. 2020-ലെ തിരഞ്ഞെടുപ്പിൽ 62 സീറ്റ് നേടി ആപ്പ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ BJP 8 സീറ്റുകളാണ് നേടിയത്. 2014-ൽ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിലും BJPയാണ് വിജയിച്ചത്. 2019-ലും 2024-ലും ഡൽഹിയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ പൂർണ്ണമായും കാവിയണിഞ്ഞു. എന്നാൽ പഠിച്ച പണി 18 പയറ്റിയിട്ടും ഇക്കാലയളവിലൊന്നും BJPക്ക് ഡൽഹി നിയമസഭയിൽ നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ ചീത്തപ്പേര് മാറ്റിയെഴുതിക്കൊണ്ടാണ് ഇത്തവണ നരേന്ദ്രമോദിയും സംഘവും ഡൽഹിയിൽ വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. കാറ്റ് മാറി വീശിയ ഡൽഹിയിൽ 27 വർഷത്തിന് ശേഷം BJP വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ തലസ്ഥാന രാഷ്ട്രീയത്തെ രാജ്യമാകെ ഉറ്റുനോക്കുകയാണ്.